ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചീരച്ചേമ്പ് കൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റിൽ ഒരു 4 മണി പലഹാരം തയ്യാറാക്കാം. ആദ്യം നമുക്ക് മാറാൻ ചേമ്പും ചീരച്ചേമ്പും തമ്മിൽ തിരിച്ചറിയുന്നത് എങ്ങനെയെന്ന് നോക്കാം. ചീരച്ചേമ്പിൻ്റെ ഇല കുമ്പിൾ പോലെയും അതിൻ്റെ തണ്ട് ഇലയിൽ നിന്ന് ഒരല്പം പുറകിലോട്ടായിരിക്കും തുടങ്ങുന്നത്. എന്നാൽ മാറാൻ ചേമ്പിൻ്റെതാണെങ്കിൽ ഇലയുടെ തുടക്കത്തിൽ തന്നെയായിരിക്കും തണ്ടുണ്ടായിരിക്കുന്നത്. നല്ല ഔഷധ ഗുണമുള്ള ചീരച്ചേമ്പിന് കിഴങ്ങുണ്ടാവില്ല. എന്നാൽ ഇതിൻ്റെ തണ്ടും ഇലയും ഒത്തിരി നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. മാറാൻ ചേമ്പ് പോലെ ഇതിനൊരല്പം പോലും ചൊറിച്ചിലുണ്ടാവില്ല. ഇത് നല്ല ടേസ്റ്റും ഉണ്ടാവും. മിക്കവാറും പേരുടെ വീടുകളിൽ ഈ ചീരച്ചേമ്പുണ്ടാവും. ഒരു തൈ മാത്രം കൊണ്ട് നട്ടാൽ മതി. 1 മാസത്തിനുള്ളിൽ തന്നെ അതിൽ നിന്ന് വീണ്ടും തൈകൾ വന്നു തുടങ്ങും. ഇതിൻ്റെ തണ്ടിൽ നിന്ന് ചെറുതായിട്ട് അതിൻ്റെ തോലുരിച്ച് കളയണം. കുറച്ച് ചുവന്നുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് നുറുക്കിയിട്ട് കൊടുക്കുക. ചതച്ച മുളക് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ 2 പച്ചമുളക് ചേർത്താലും മതി. ഒരു പിടി തേങ്ങ കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട ശേഷം 1/2 കപ്പ് ആട്ടമാവും ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാൻ ആട്ടമാവ് ആദ്യം 1 കപ്പും പിന്നീടാണ് 1/2 കപ്പ് ചേർത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂൺ മുളക് പൊടിയൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കുക. ദോശക്കല്ലിൽ മൊരിച്ചെടുത്താൽ മതി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. അത് നമ്മൾ ആട്ടിയെടുക്കുന്ന ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ആയിരിക്കണം. പലപ്പോഴും നമ്മൾ വാങ്ങുന്ന വെളിച്ചെണ്ണയാണെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യുന്നത്. ആട്ടിയെടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം.